എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലവ് മെസ്സേജാണ്. നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് യൂണിവേഴ്സിന് പറയാനുള്ളത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 2-3 കാർഡ്സ് വെക്കുന്നുണ്ട്. കാരണം എല്ലാവരുടെയും ലവ് ലൈഫ്, എല്ലാവരുടെയും ഇഷ്ടങ്ങളും എല്ലാത്തിനും ഒരു മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ ജനറൽ റീഡിംഗ് എടുക്കുമ്പോൾ ഒരു പക്ഷേ എല്ലാവർക്കും ഉള്ള മെസ്സേജ് വരില്ല. അപ്പോൾ അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഒരു 2-3 കാർഡ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരുടെയും ഒരു ഡീറ്റെയിൽസ് മനസ്സിലാവും. അറ്റ്ലീസ്റ്റ് 3-4 കാർഡ്സിൻ്റെ വഴി നമുക്ക് യൂണിവേഴ്സിന് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ലവ് മെസ്സേജിനുള്ള കാർഡ്സ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നിങ്ങളുടെ വ്യക്തികൾക്കുള്ള കറൻറ്റ് ഫീലിങ്സ് എന്താണ് അതും കൂടെ നമുക്ക് നോക്കാം. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ കറൻറ്റ് ഫീലിംഗ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ചിലപ്പോഴൊക്കെ നമുക്ക് സംശയം വരും, ആദ്യം തോന്നിയ അതേ ഇഷ്ടം തന്നെയാണോ ഇപ്പോൾ ഉള്ളത്, അതോ അവർക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ, വേറെ എന്തെങ്കിലും ഇഷ്യൂ നിങ്ങളുടെ ലവ് ലൈഫിലുണ്ടോ, അങ്ങനെ സംശയം നമുക്ക് പലപ്പോഴും വരാറുണ്ട്. നമുക്ക് ആദ്യത്തെ കാർഡ് നോക്കാം. അപ്പം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഫസ്റ്റത്തെ കാർഡ് എന്ന് പറയുന്നത്, നിങ്ങളുടെ വ്യക്തി നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ കൂടെ വരികയും ഇനി അഥവാ നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയോട് പെർമിഷനൊക്കെ ചോദിച്ചിട്ട് സമ്മതം ചോദിച്ച് അങ്ങനെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം കാരണം ഇപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുന്നത് നിങ്ങൾക്ക് അതിലൊരു സന്തോഷം കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. എല്ലാ കാര്യങ്ങളിലും ഒരു ബ്ലോക്ക് വരുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ റീഡിംഗ് എടുക്കുന്ന സമയത്ത് എനിക്ക് കേൾക്കാൻ പറ്റുന്നത്, ഇപ്പം ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു റോഡിൽ കൂടെ ഒരു ലോറി പോവുകയും ബ്രേക്ക് പിടിക്കുന്നതായിട്ടാണ് ഇപ്പോൾ കേൾക്കാൻ പറ്റിയത്. അപ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ റിലേഷൻഷിപ്പിലും എപ്പോഴും നിങ്ങൾ തമ്മിൽ വഴക്കിടുന്നുണ്ട്, പിണങ്ങുന്നുണ്ട്, പിരിയാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് കാരണം നിങ്ങളുടെ വ്യക്തിയുടെ ഈ നിങ്ങളെ ചേസിങ് ആയിട്ടുള്ളൊരു സ്വഭാവം അല്ലെങ്കിൽ ഒരു ടോക്സിസിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ട്. അതിൽ നിങ്ങൾ അത്ര സന്തുഷ്ടരല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകണോ അതോ എവിടെയെങ്കിലും വെച്ച് പിരിയണോ, നിങ്ങൾക്ക് എത്ര കാലം പറ്റും, അങ്ങനെ എപ്പോഴും പിണങ്ങുമ്പോൾ ഇല്ല പറ്റില്ല എന്ന് പറഞ്ഞ് പിന്നെയും കൂടിച്ചേരും, പിന്നെയും അത് മുന്നോട്ട് പോകും, പിന്നെയും വഴക്കുണ്ടാകുമ്പോൾ വേണ്ടാന്ന് തോന്നും. അങ്ങനെ മാറി 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 പോകുന്ന ഒരു റിലേഷൻഷിപ്പായിട്ടാണ് മനസ്സിലാവുന്നത്. നിങ്ങൾക്കുള്ള സോൾ മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു സംഭവം നിങ്ങളുടെ ഇപ്പോൾ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് കൺട്രോൾ വേണം, അല്ലെങ്കിൽ എല്ലാം നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും, അങ്ങനെ ചിന്തിക്കാതെ ഇങ്ങനത്തെ സിറ്റുവേഷൻസ്, അതായത് റിലേഷൻഷിപ്പ് നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത ചില സംഗതികളുണ്ട്, നമുക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മളെപ്പോഴും ചെയ്യേണ്ടത് പരമാത്മാവിന് നമ്മൾ സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങോട്ടേക്ക് നമ്മളെല്ലാം സബ്മിറ്റ് ചെയ്ത് നമ്മളെല്ലാം നല്ലപോലെ പ്രാർത്ഥിക്കുകയും മെഡിറ്റേറ്റ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് അതിനൊരു സൊല്യൂഷൻ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ നമുക്കിപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് മറുപടി കിട്ടിയെന്ന് വരില്ല. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന കുറച്ച് പേർക്ക് ഈ ഒരു ഇഷ്യൂ ഉണ്ട്. നിങ്ങളുടെ വ്യക്തി വല്ലാതെ നിങ്ങളെ ചേസ് ചെയ്യുകയും നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ ഒരു ശ്വാസം മുട്ടൽ ഫീൽ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇനി അടുത്ത കാർഡ് നമുക്ക് നോക്കാം എന്താണ് മെസ്സേജ് എന്ന്. നിങ്ങളുടെ വ്യക്തി ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു ചെറിയൊരു പിണക്കത്തിലാണുള്ളത്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പിണക്കം ഉണ്ടായിട്ടുണ്ടാകും, എന്തെങ്കിലും ഒരു ഇഷ്യൂവിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പിണക്കം ഉണ്ടായിട്ടുണ്ടാവും.
പക്ഷേ നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളൊരു മെസ്സേജ് അയക്കണം. കാരണം മിസ്റ്റേക്ക് നിങ്ങളുടെ ഭാഗത്താണ് എന്നാണ് നിങ്ങളുടെ വ്യക്തി വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ വ്യക്തി സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് വരുന്നത് നിങ്ങളെന്തുകൊണ്ട് സംസാരിക്കുന്നില്ല, നിങ്ങളെന്തുകൊണ്ടാണ് ഒരു മുൻകൈ എടുത്തിട്ട് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് ശ്രമിക്കാത്തത് എന്നാണ്. ഇനി നിങ്ങളുടെ വ്യക്തിയുടെ ഫീലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ആർ ദെയർ ഫേവറേറ്റ് പേഴ്സൺ. അപ്പം നിങ്ങളോട് ഒരുപാട് ഇഷ്ടം ഉള്ള വ്യക്തിയാണ്. നിങ്ങളെക്കുറിച്ചാണ് അവരെപ്പോഴും ചിന്തിക്കുന്നത്. അവർക്ക് വേറൊരു ചിന്തകളും ഇല്ല. അവരെപ്പോഴും നിങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. പക്ഷേ ചില പ്രശ്നം ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുന്നതും കരുതുന്നതും മിസ്റ്റേക്ക് നിങ്ങളുടെ ഭാഗത്താണെന്നാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സൈഡിൽ നിന്നും ഒരു മുൻകൈ എടുത്ത് ഈ ഒരു ഇഷ്യൂ സോൾവ് ആക്കണമെന്ന് അവർ വിചാരിക്കുന്നു. നിങ്ങൾക്കുള്ള സോൾ മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എന്ത് വിചാരിച്ചാൽ നടക്കുന്ന ആ ഒരു ഫേസിലാണ് നിങ്ങളുടെ മനസ്സും ആത്മാവും ഉള്ളത്. അപ്പോൾ അത് എന്ന് പറഞ്ഞൊരു ബ്ലെസ്സിങ് ആണ്, യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ആണ്. നിങ്ങൾ എന്ത് വിചാരിച്ചാലും നടക്കുന്ന ഒരു സമയമാണ് ഇത്. അപ്പോൾ നിങ്ങളുടെ ഫിസിക്കൽ റിയാലിമിലായാലും നിങ്ങളുടെ മെൻ്റൽ റിയാലിമിലായാലും രണ്ട് വശത്തു നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ സോൾ നറിഷ്മെൻറ്റിന് വേണ്ടിയിട്ടും നിങ്ങൾ ഒരുപാട് സമയം ചിലവഴിക്കണമെന്ന് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നുണ്ട്. പൊതുവെ നമുക്ക് ചേരുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ സോൾമേറ്റ് ആയിട്ട് കിട്ടാൻ സാധ്യതകളൊക്കെ നമുക്ക് വളരെ കുറവാണ്. കുറച്ച് പേർക്ക് മാത്രമേ ഭാഗ്യം ഉണ്ടാവൂ. നിങ്ങൾക്കിപ്പോൾ അങ്ങനത്തെ ഒരു ഭാഗ്യമാണ് ഉള്ളത്. വളരെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് എപ്പോഴും മറ്റുള്ള എല്ലാ സംഭവങ്ങളും റൈറ്റായിട്ട് വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും മറക്കുന്ന കാര്യം നമ്മുടെ ആത്മാവിനെയാണ്. നമ്മുടെ ആത്മാവിന് വേണ്ടി നമ്മൾ ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക. വിഷമിച്ചിരിക്കുമ്പോഴും സാധാരണ എല്ലാവരും പറയും ചെയ്യാമെന്ന്, പക്ഷേ അതിന് കുറച്ചും കൂടെ നമ്മൾ എഫേർട്ട് ഇടണം. പക്ഷേ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ സോൾ നറിഷ്മെൻറ്റ് ബിക്കംസ് വെരി ഈസി. അപ്പോൾ നിങ്ങൾക്കുള്ള സോൾ മെസ്സേജ് സോൾ നറിഷ്മെൻ്റ് ആണ്. നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്നും ഒരു മറുപടി അല്ലെങ്കിൽ ക്ഷമാപണം ആഗ്രഹിക്കുന്നുണ്ട്. ഇനി അടുത്ത മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു കാർഡ് എനിക്ക് മനസ്സിലാവുന്നത് വളരെ പേർക്ക് നിങ്ങളുടെ എനർജിയിൽ ഫെമിനിൻ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സ്ത്രീകൾ ഒരുപാട് ഒരു അപ്പർ കൈ അല്ലെങ്കിൽ അപ്പർ ഇതെടുക്കുന്നുണ്ട്, ഹാൻഡ് എടുക്കുന്നുണ്ട്. അപ്പം അതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ വ്യക്തി എപ്പോഴും സങ്കടത്തിലായിരിക്കും. കാരണം നിങ്ങളുടെ ഫെമിനിൻ എനർജി, അതായത് സ്ത്രീകളുടെ എനർജി കൂടുതലാവുകയും മെയിൽ എനർജി താഴെ പോകുമ്പോഴും ഇഷ്യൂസ് വരും. എപ്പോഴും ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു എനർജി മാത്രമേ ശരിയാവുള്ളൂ. അപ്പോൾ നിങ്ങൾ കാണിക്കുന്ന ഓരോ പ്രശ്നങ്ങൾ, അതായത് സ്ത്രീകൾ കാണിക്കുന്ന ഓരോ ഇഷ്യൂസിനും അവർക്ക് വിഷമമാവുമെങ്കിലും അവരെ സന്തോഷിപ്പിക്കാൻ, സ്ത്രീകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പുരുഷന്മാർ, ഈ ബന്ധത്തിലുള്ള പുരുഷന്മാർ എപ്പോഴും ശ്രമിക്കും. നിങ്ങളോട് ഒരുപാട് സ്നേഹമാണ്. അതായത് സ്ത്രീകളാണെങ്കിൽ എന്തൊക്കെ വെച്ച് നീട്ടിയാലും അല്ലെങ്കിൽ എന്ത് കാണിച്ചാലും എത്ര വഴക്കിട്ടാലും ആണുങ്ങളെപ്പോഴും അവരുടെ ഒരുപാട് സ്നേഹം കാണിക്കുകയും ഈ ഒരു റിലേഷൻഷിപ്പിൽ എപ്പോഴും അവർ ഒരുപാട് സ്നേഹം കാണിക്കുന്ന ആൾക്കാരുമാണ്. അപ്പം നമുക്ക് ഈ ഒരു ഫോട്ടോ കണ്ടാലും മനസ്സിലാവും അവർ അൺഹാപ്പിയാണ്. പക്ഷേ അവരോടുള്ള സ്നേഹം കൊണ്ടാണ് അവർ കാണിക്കുന്ന ഓരോ സംഗതികളും ക്ഷമിച്ച് വരുന്നത്. അപ്പം ഈ ഒരു റിലേഷൻഷിപ്പിൽ മനസ്സിലാവുന്നത് ഐ എം അട്രാക്റ്റഡ് ടു ദോസ് പീപ്പിൾ ഹൂ സെർവ് മൈ ഹയർ ഗുഡ്. അപ്പോൾ നിങ്ങളുടെ ആത്മാവ് ഒരു പക്ഷേ സ്ത്രീകളാണെങ്കിൽ അവരെപ്പോഴും സ്വന്തം കാര്യം നോക്കുന്ന വ്യക്തികളാണ് എന്നാണ് മനസ്സിലാവുന്നത്. കുറച്ച് സെൽഫിഷ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ ആ റിലേഷൻഷിപ്പിൽ അവർക്ക് എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ മാത്രമേ അവർ ആ റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യൂ. അപ്പോൾ ഈ ഒരു കാർഡ് എത്തപ്പം ഈ ഒരു കാർഡ് റീഡിങ് പോകുന്ന ആൾക്കാർക്ക് സ്ത്രീകളുടെ ബെസ്റ്റ് നിന്നാണ് ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് വളരെയധികം കൂടുതൽ എനർജി വരികയും ഈ ഒരു റിലേഷൻഷിപ്പിനെ സ്പോയിലാക്കാൻ അത് തന്നെ ധാരാളം മതി. അപ്പോൾ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും പുതിയൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് അടുത്തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.